അഖില ലോകവാസികൾക്കും എൻ്റെ ഇൻപം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാവലിയെ ദീപാവലി, ദീവാലി, ദീവാളി എന്നിങ്ങനെ ഉച്ചരിക്കാറുണ്ട്. ലോകതലത്തിൽ ആഘോഷിക്കുന്ന ദേശീയ ആഘോഷം, ഹൈന്ദവരുടെ ആഘോഷങ്ങളിൽ ദേശീയ ആഘോഷം ഏറ്റവും പ്രധാന ആഘോഷമായിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ദീപാവലി ആഘോഷിക്കാറുണ്ട്. പല രാജ്യങ്ങളും അവധിയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന, ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളും ആഘോഷിക്കുന്ന, ഇന്ത്യക്കാരായ ഹിന്ദുക്കളല്ല, ബാലിദ്വീപുകാരായാലും മറ്റ് ആഫ്രിക്കൻ ഹിന്ദുക്കളായി കഴിഞ്ഞാലും സുറിനാം ഹിന്ദുക്കളായാലും എല്ലാവരും, അമേരിക്കയിലായാലും ഒക്കെ വളരെ വിപുലമായ തോതിൽ ആഘോഷിക്കുന്ന ഹൈന്ദവ ആഘോഷമാണ് ദീപാവലി. ക്രിസ്മസും, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസും മുസ്ലിങ്ങൾക്ക് റംസാനും പോലെ അത്ര പ്രധാനമേറിയ ഒരാഘോഷമാണ്. അതല്ല, പൊതുവെ എല്ലാവരും ആഘോഷിക്കുന്ന, എല്ലാ മുസ്ലിങ്ങളും ആഘോഷിക്കുന്നത് പോലെയും എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെയും ദീപാവലി എല്ലാ ഹിന്ദുക്കളും ആഘോഷിക്കാറുണ്ട്. 2 ദിവസമാണ് അതിന് പ്രധാനം. ചതുർദശി, കറുത്ത ചതുർദശി ദിവസവും കറുത്ത വാവ് ദിവസവുമാണ്. 2 ദിവസമാണ് പ്രധാനം. അതിനടുത്ത ദിവസവും ദീപാവലി ആഘോഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അശ്വിനമാസം മലയാളത്തിൽ തുലാമാസം എന്ന് പറയും. തുലാമാസത്തിലെ അല്ലെങ്കിൽ അശ്വിനമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി, അതിന് നരക ചതുർദശി എന്ന് പറയും. അടുത്ത ദിവസമാണ് പ്രധാന ദീപാവലി. നരക ചതുർദശിയെ ചെറിയ ദീപാവലി എന്നും, കറുത്തവാവ് ദിവസം വലിയ ദീപാവലി എന്നും പറയും. അന്ന് ചന്ദ്രനില്ലാത്തത് കൊണ്ട് ഇരുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദീപവും പ്രഭാപൂരിതമാകുന്നൊരു ദിവസമായിരിക്കും. ദീപങ്ങൾ ആ ദീപപ്രഭ ചൊരിയാൻ വേണ്ടിയിട്ട് അതിന് തന്നെ കാരണമുണ്ട്. അപ്പോൾ നരക ചതുർദശി എന്ന് പറയുമ്പോൾ തന്നെ നരകാസുരനെ വധിച്ച ചതുർദശിയാണ്. നരകാസുരൻ പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായിരുന്നു. പ്രാഗ്ജ്യോതിഷം ഇന്നത്തെ ആസാമാണ്. ആസം വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ബംഗാൾ കഴിഞ്ഞുള്ള ഭാഗങ്ങളൊക്കെ അന്ന് ആസാമായിരുന്നു. അന്ന് നരകാസുരൻ്റെ ഭരണത്തിൽ വരുന്ന പ്രദേശമായിരുന്നു. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ലാതെ കഴിയുകയായിരുന്നു. അവിടെ സ്ത്രീകളൊക്കെ തടവറയിലായിരുന്നു. ആർക്കും അവരുടേതായിട്ടുള്ള അസുരന്മാരുടെ എല്ലാ നീചമായ പ്രവൃത്തികളോടും കൂടിയായിരുന്നു നരകാസുരൻ രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് എല്ലാവരെയും സ്വതന്ത്രമാക്കിയ ദിവസമാണ് നരക ചതുർദശി എന്ന് പറയുന്നത്. അപ്പം നരക ചതുർദശി വരെ ആർക്കും ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാൻ, സ്ത്രീകൾക്ക് അവരുടേതായ രീതിയിൽ അലങ്കരിക്കാനോ, സ്വയം അലങ്കരിക്കാനും, വീടലങ്കരിക്കാനും, ആർഭാടമായി ജീവിക്കാനും ഒന്നും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവിടെ അസുരൻ്റെ തടവറയിലായിരുന്നു സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആർക്കും ഒരു തരത്തിലുള്ള സന്തോഷവും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ എല്ലാവർക്കും സ്വതന്ത്രവായു ശ്വസിക്കാനുള്ള, സ്വതന്ത്രതയെ അനുഭവിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ആഘോഷമാണ് ഈ ദീപാവലി എന്ന് പറയുന്നത്. അത് പല രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. ലക്ഷ്മി പൂജ അതിൽ പ്രധാനമാണ്. പ്രധാനം ഈ നരക ചതുർദശി ദിവസം രാവിലെ തന്നെ തേച്ചുകുളി ഏറ്റവും പ്രധാനമാണ്. എണ്ണ, മഞ്ഞൾ, ധാന്യപ്പൊടി എന്നിവ തേച്ച് കുളിക്കുന്ന, അത് വെള്ളത്തിലിറങ്ങി നദിയിലോ കുളത്തിലോ ഇറങ്ങി കുളിക്കുന്ന സ്വഭാവമാണ് ദീപാവലിക്ക്. കേരളത്തിലും തമിഴ്നാട്ടിലും തൊട്ടാവാടിച്ചെടി കൊണ്ടുപോയി അതുകൊണ്ട് ഉള്ള തേച്ചുകുളി,
പ്രധാനമാണ്. ചുവന്ന പൊടി, മലർ, ശർക്കര, ധൂപം, കുങ്കുമം, പുഷ്പം ഇവ കൊണ്ടുള്ള പൂജ അതിനുശേഷം പ്രധാനമാണ്. ഒരു തളികയിൽ 4 മുഖമായി 4 തിരിയിട്ട വിളക്ക് വെച്ച് അതിന് ചുറ്റും വലിയ വിളക്കും അതിന് ചുറ്റും 16 ചെറിയ വിളക്കും വെച്ചാണ് പൂജിക്കേണ്ടത്. സന്ധ്യക്ക് മുമ്പ് തൊഴിൽശാലയുടെ അതായത് ആളുടെ ജോലിസ്ഥലം, അത് ഓഫീസാണെങ്കിൽ എവിടെയാണെങ്കിലും അവിടുത്തെ ഇരിപ്പിടം പൂജിക്കണം. പൂജയിൽ പുരുഷനും സ്ത്രീക്കും തുല്യ പ്രധാനമാണ്. എല്ലായിടത്തും ദീപം കത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഗണപതിക്കും ലക്ഷ്മിക്കും കോലം വരച്ചുള്ള പൂജയും പ്രധാനമാണ്. വ്യാപാരികൾ ആ ദിവസം പ്രത്യേക ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. പുതിയ പാത്രങ്ങൾ വാങ്ങുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല പലഹാരങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു. അതിനു മുമ്പ് തന്നെ, ദിവസങ്ങൾ മുമ്പ് തന്നെ വിശിഷ്ടമായ എല്ലാ പലഹാരം, എത്ര എണ്ണം കൂടുതൽ എന്നുള്ളത് ഉത്തരേന്ത്യയിലെല്ലാം പ്രധാനമാണ്. എത്ര പലഹാരം ഉണ്ടാക്കി, എത്ര ഇനം പലഹാരം ഉണ്ടാക്കി, ആയിരക്കണക്കിന് പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് മത്സരം പോലും ഉണ്ടെന്നാണ് പറയേണ്ടത്. ആഡംബരം ഏറ്റവും അധികം പ്രകടിപ്പിക്കുന്ന ഒരാഘോഷമാണ് ദീപാവലി എന്നുള്ളതാണ്. അപ്പോൾ ആഡംബരം കളിച്ചിട്ട് ഉള്ള പൈസ നശിപ്പിക്കുക എന്നുള്ളതിന് ദാരിദ്ര്യത്തിലേക്ക് വന്നു ചേരുക എന്ന അർത്ഥത്തിൽ ദീപാവലി കുളിക്കുക എന്നുള്ള ഒരു ചൊല്ല് മലയാളത്തിലുണ്ട്. അപ്പോൾ ദീപാവലി ആഘോഷിച്ച് നശിക്കുക എന്നുള്ള അർത്ഥത്തിൽ ലക്ഷ്മി വരാൻ വേണ്ടിയിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതിനു പകരം ആഡംബരത്തിലൂടെ നശിക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നരക ചതുർദശി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ദിവസം കർത്തവാവ് ദിവസം വലിയ ദീപാവലിയാണ്. അത് മഹാലക്ഷ്മി ഉത്സവമാണ് എന്നുള്ളതാണ്. ലക്ഷ്മീ ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീടെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി തളിച്ച് മെഴുകി ശുദ്ധമാക്കി വീട് മൊത്തം അലങ്കരിച്ച് ദീപങ്ങളൊക്കെ കത്തിച്ച് പ്രകാശമാനമാക്കണം എന്നുള്ളതാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കാനാണ് ഏറ്റവും പ്രധാനമായിട്ടും പടക്കം, മത്താപ്പൂ എന്നിവയൊക്കെ, കമ്പിത്തിരി എന്നിവയൊക്കെ കത്തിച്ച് ഇങ്ങനെ എല്ലാവരും ആ ദീപാവലി പൂർണ്ണ പ്രകാശത്തോടുകൂടി ആഘോഷിക്കും. അതിനു മുമ്പ് ഇങ്ങനെ ഒരു ആഹ്ലാദമോ ആഘോഷമോ ഉണ്ടായിട്ടില്ല എന്നർത്ഥത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. കുബേരനെയും വിഷ്ണു ഭഗവാനെയും പൂജിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കൂടാതെ മാതാപിതാക്കളുടെ കാൽ തൊട്ട് വണങ്ങണം, കണ്ണെഴുതണം, അതും പ്രധാനമാണ്. ദീപാവലി ദിവസം രാത്രി നേരത്തെ കിടന്ന് രാവിലെ എഴുന്നേൽക്കണം. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ വീടിന് വെളിയിൽ വന്നിട്ട് മുറം കൊട്ടി പാട്ടുപാടി നടക്കുന്നു. ലക്ഷ്മിയെ ദേവിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് ചെയ്യുന്നത്. ഇതാണ് ദീപാവലിയുടെ പ്രധാന ആഘോഷം. അതിൽ ദീപാവലിക്ക് പാത്രങ്ങൾ വാങ്ങുക, ലക്ഷ്മി പൂജ നടത്തുക, പലഹാരങ്ങൾ ഉണ്ടാക്കുക, പലഹാരങ്ങൾ കൊടുക്കുക, പലഹാരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുക. അതുപോലെ ധൻതേരസ് ഇതോട് ചേർന്നിട്ടുള്ള പ്രധാന സംഗതിയാണ്. അക്ഷയ തൃതീയ എന്നൊക്കെ പറയുന്നത് പോലെ സ്വർണം വാങ്ങാനുള്ള നല്ല ദിവസമാണ്. വസ്ത്രം ദീപാവലിക്ക് വസ്ത്രദാനവും പുതിയ വസ്ത്രമണിയുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ലക്ഷ്മിയെ ആകർഷിക്കുന്ന എല്ലാ ചടങ്ങുകളും അത്രയും അലങ്കാരങ്ങളും ആ സമയത്ത് ലക്ഷ്മി അലങ്കാര പൂജയിലൂടെ സാധ്യമാക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പം ഇതാണ് ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീപാവലിയുടെ ആഘോഷം ചുരുക്കിയിട്ട് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഒന്നുകൂടെ പറയേണ്ടത് ആവശ്യമാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വിക്രമ സംവത്സരം, കൊല്ലവർഷം അതുപോലെ ക്രിസ്തുവർഷം എന്നൊക്കെ പറയുന്നത് പോലെ വിക്രമ സംവത്സരം ഇന്ത്യയിൽ വളരെ പ്രധാനമാണ്. വിക്രമാദിത്യൻ്റേത്. ആ വിക്രമ സംവത്സരം ആരംഭിച്ചത് ഈ ദീപാവലി ദിവസമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ശ്രീരാമൻ രാവണന് വധിച്ച് ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസം ഈ ദീപാവലി ദിവസമാണ് എന്ന് പറയുന്നു. മറ്റൊന്ന്, സുതലത്തിൽ മഹാബലിയെ ഇന്ദ്രനാക്കി മഹാവിഷ്ണു വാഴിച്ച ദിവസം ആണ് ദീപാവലി. ആ ദിവസമാണ് ദീപാവലി ദിവസമാണെന്ന് പറയുന്നു. മറ്റൊന്ന്, പാലാഴി മഥനത്തിൽ ലക്ഷ്മി പ്രത്യക്ഷപ്പെട്ട ദിവസം
ലക്ഷ്മി പാലാഴി കടയുമ്പോൾ ലക്ഷ്മീ ദേവി അതിൽ നിന്ന് ഉയർന്നു വന്നു. ആ ലക്ഷ്മീ ദേവി ഉയർന്നു വന്ന ദിവസമാണ് ദീപാവലി എന്ന് പറയുന്നത്. ധൻതേരസ് ഒക്കെ അതുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. ലക്ഷ്മി പൂജ അതുകൊണ്ടാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാന ഈ ഇത്രയും മധുര പലഹാരങ്ങളൊക്കെ ഇതിൽ വരാനുള്ള കാരണം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എണ്ണ തേക്കാൻ എന്താണ് കാരണം? ഈ പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരനെ വധിച്ചു. അപ്പോൾ നരകാസുരനുമായിട്ട് ഉണ്ടായ യുദ്ധം കൊണ്ട് ഭഗവാന് മുറിവേൽക്കുകയും മുറിവും ചതവുകളൊക്കെ ഉണ്ടാവുകയും ക്ഷീണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് കുളിച്ചു. വിശദമായി എണ്ണ തേച്ച് അന്ന് രാവിലെ ഭഗവാൻ കുളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ദിവസം ആ നരക ചതുർദശി കഴിഞ്ഞ അടുത്ത ദിവസമാണ്. ആ ദിവസം കറുത്തവാവ് ദിവസമാണ്. അപ്പോൾ കറുത്തവാവ് ദിവസം ആഹാരം കഴിക്കുന്നത്, നമ്മുടെ സദ്യയായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. മുഴുവനായിട്ടുള്ള ആഹാരം പൊതുവേ നല്ലതല്ല എന്നുള്ള അർത്ഥത്തിൽ ലഘുവായിട്ടുള്ള ആഹാരം മതി എന്ന് പറഞ്ഞു ഭഗവാൻ. ലഘുവായ ആഹാരം എന്നുള്ളത് അത് ലഘുവായിട്ടുള്ള മധുര പലഹാരങ്ങളായി മാറി. അപ്പം ഭഗവാൻ അങ്ങനെ ലഘുവായ ആഹാരം കഴിച്ചതുകൊണ്ട് മധുര പലഹാരങ്ങൾ കഴിക്കുക എന്നുള്ള രീതി അന്നുണ്ടായി. അപ്പോൾ ആഹ്ലാദം എന്നുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട്, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട്, എല്ലാവരുടെയും പ്രവൃത്തിയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട്, പൊതുവേ ഭൂമിയിൽ ശാന്തിജനകമായ അവസ്ഥയുണ്ടായതുകൊണ്ട് അതിൻ്റെ ആഹ്ലാദമാണ് ദീപാവലി എന്നുകൂടി പറയാം. ഒന്നുകൂടി ദീപാവലി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി.